കഴിഞ്ഞ ഡിസംബറിൽ പെട്ടെന്നൊരു ദിവസമായിരുന്നു ഇവൾ തളർന്നു വീണത്. അന്നെന്തോ ഒരു ലീവുള്ള ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലൊന്നും ചെന്നപ്പോൾ ഡോക്ടർമാരുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം ഞാനും അനിയനും ഇവിടെ അടുത്ത് കൂത്തുറമ്പിലുള്ള ഒരു പ്രൈവറ്റ് ക്ലിനിക്കിലെത്തുമ്പോഴേക്ക് ശ്വാസം ഉണ്ടെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 90% തിരിച്ചു വരവ് പ്രതീക്ഷിക്കണ്ട എന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ലായിരുന്നു. അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെൻറ്റ് നൽകി ഡോക്ടർ ഞങ്ങളെ പറഞ്ഞു വിട്ട് വീട്ടിലെത്തി അമ്മയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഒരേ കരച്ചിലായിരുന്നു. അമ്മയും ഇവളും തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു. രാവിലെ ഇവളെ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പറമ്പിലൊക്കെ കറങ്ങി മൂപ്പത്തി നേരെ അടുക്കളയിലേക്ക് അമ്മയുടെ അടുത്തായിരുന്നു നിൽക്കുക. അമ്മ ഇവൾക്കായി എന്തെങ്കിലും കരുതി വെക്കും. ഒരു റോട്ട് വീലർ ഇനത്തിൽപ്പെട്ട ഡോഗിനെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അമ്മയോട് പേടിയോടെ പലതും പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മക്ക് ആദ്യമൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നെങ്കിലും പതിയെ ഞങ്ങളെക്കാൾ കാര്യം അവളോടായി. അന്ന് രാത്രി ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാവാം അവൾ പതിയെ തലയുയർത്തി. പിറ്റേന്ന് ഞങ്ങൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവറും കിഡ്നിയും നല്ല രീതിയിൽ രോഗം ബാധിച്ചിട്ടുണ്ടെന്ന് 7 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ വല്ലതും പറയാൻ കഴിയുമെന്ന് ഡോക്ടർ പറഞ്ഞു. പേരാവൂരിലെ ഒരു ഡോക്ടറായിരുന്നു ആ 7 ദിവസവും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്തത്. അങ്ങനെ അവൾ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. എന്നാൽ ആ സമയത്ത് ഒരു കണ്ണിന് ഇൻഫെക്ഷൻ ഉണ്ടായി. അതിന് മരുന്നെടുത്തെങ്കിലും അത് കൂടിക്കൂടി വന്ന് മറ്റേ കണ്ണിനെയും ബാധിച്ചു തുടങ്ങി. അങ്ങനെ ഡോക്ടർ നിർദ്ദേശപ്രകാരം ഞങ്ങളിവിടെയും കൂട്ടി വയനാട് പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അപ്പോഴേക്ക് 2 കണ്ണിൻ്റെയും കാഴ്ച പൂർണ്ണമായി നഷ്ടമായിരുന്നു. അവിടെ നിന്ന് 2 കണ്ണും ഓപ്പറേഷൻ ചെയ്യണം, എന്നാലേ കാഴ്ച ലഭിക്കുന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് 2 കണ്ണും ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ കഴിഞ്ഞ അന്ന് രാത്രിയൊക്കെ ഇവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണ്ണിൻ്റെ സ്റ്റിച്ചൊക്കെ പൊട്ടി. ഞങ്ങൾ വീണ്ടും കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യിപ്പിച്ചു. പിന്നീട് സ്റ്റിച്ച് നീക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയുള്ള ജീവിതത്തിൽ അവൾക്ക് ഒരു കണ്ണിന് തീർത്തും കാഴ്ച ഉണ്ടായിരിക്കില്ല, മറ്റേ കണ്ണിന് കാഴ്ച കിട്ടാൻ കുറച്ചുകൂടെ സമയമെടുക്കും.